Hi, welcome to my channel Mathematics Made Easy by Mary MJ. Here I am discussing SCRT Class 10 Chapter 2 Circles. We are continuing the chapter. Activity page number 42. Question number 4. In the picture, a circle is drawn with a line as diameter and a smaller circle with half the line as diameter. അപ്പോൾ ചെറിയ സർക്കിളിൻ്റെ ഡയമീറ്റർ വലിയ സർക്കിളിൻ്റെ ഡയമീറ്ററിൻ്റെ പകുതിയാണ്. Prove that any chord of the larger circle through the point where the circles meet is bisected by the small circle. അപ്പോൾ ചെറിയ സർക്കിൾ ഈ കോഡിനെ ബൈസെക്റ്റ് ചെയ്യുന്നു എന്നാണ് കാണിക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് വി ക്യാൻ ജോയിൻ ദിസ്. ഇതിനെ ഇങ്ങനെ ജോയിൻ ചെയ്യാം. ഈ ലൈൻസ് ജോയിൻ ചെയ്യാം. രണ്ടും ഈ എ ബി എന്ന് പറയുന്ന ഈ പോയിന്റ്, ദിസ് ഇസ് എ, this is B. This is the center of the circle O, and let this be C and D. AB diameter ആണ്, AO diameter ആണ്. AB വലിയതിൻ്റെ diameter ആണ്, AO ചെറുതിൻ്റെ diameter ആണ്. So it is meeting at ഒന്നിൻ്റെ diameter, ചെറിയ സർക്കിളിൻ്റെ diameter വലിയതിൻ്റെ പകുതിയാണ്. And if I am joining OD and BC, how much will be angle D? How much will be angle C? Both C and D will be 90 degrees. So, our angle 90 degree angle. Angle ADO is equal to angle ACB equal to 90 degree. What is the reason? Endpoints of the diameters meeting on the circle will be 90 degree. Endpoints, രണ്ട് ഡയമീറ്ററിൻ്റെ എൻപോയിൻറ്റ്സ് സർക്കിളിൻ്റെ മുകളിൽ മീറ്റ് ചെയ്യുന്ന ആ ആംഗിൾ 90 ഡിഗ്രിയാണ്. സോ ദെർഫോർ ദീസ് ടു ആംഗിൾസ് ആർ 90 ഡിഗ്രി. ഇത് രണ്ടും 90 ഡിഗ്രി ആയതുകൊണ്ട് ഈ രണ്ട് ലൈൻസ് പാരലലാണ്. ഈ രണ്ട് ലൈൻസ് പാരലലാണ്. ഏതൊക്കെയാണ് പാരലായിട്ട് വരിക? ഒ ഡി ഇസ് പാരലൽ ടു ബി സി ആൻഡ് ഒ ഇസ് ദ മിഡ് പോയിന്റ് ഓഫ് എ ബി. ഒ ഈസ് ദി മിഡ് പോയിന്റ് of AB. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട് ഒരു തിയറം. ഇൻ എനി ട്രയാങ്കിൾ എ ലൈൻ ഡ്രോൺ പാരലൽ ടു എ സൈഡ്. ഒരു ലൈൻ ഡ്രോൺ പാരലൽ ടു ഈ രണ്ട് ലൈൻസ് പാരലൽ കട്ട്സ് ദ അതർ ടു സൈഡ്സ് ഇൻ ദ സെയിം റേഷ്യോ. ഇവിടെ എന്ത് റേഷ്യോയിലാണ് കട്ട് ചെയ്തത് അതേ റേഷ്യോയിലാണ് ഈ സൈഡും കട്ട് ചെയ്യുക. അപ്പോൾ two lines are parallel here. OD is parallel to BC. So, e parallel lines cut the other two lines in the same ratio. അതായിരുന്നു നമ്മൾ പഠിച്ച തിയറം. അല്ലെങ്കിൽ വേറൊരു രീതിയിലും എടുക്കാം. നമുക്ക് ട്രയാങ്കിൾ AOD ഒരു ട്രയാങ്കിളും ABC സെക്കൻഡ് ട്രയാങ്കിളും ആയിട്ട് രണ്ടും സിമിലർ ട്രയാങ്കിൾസ് ആയിട്ട് എടുത്തിട്ടും നമുക്ക് സൈഡ്സ് പ്രപ്പോർഷണൽ ആയിട്ട് എടുക്കാം. ഏത് രീതിയിലും ചെയ്യാം. സോ ഹിയർ ഐ എം റൈറ്റിംഗ് ഇൻ എനി ട്രയാങ്കിൾ a line drawn parallel to a side cuts the other two sides in the same ratio. So, what is the ratio of AO and AB? AO and AB രണ്ടും ഡയമീറ്റേഴ്സ് ഓഫ് ദ സർക്കിൾ ആണ്. ഓൾറെഡി പറഞ്ഞതാണ്. AO ചെറിയ സർക്കിളിൻ്റെ ഡയമീറ്ററും AB വലിയ സർക്കിളിൻ്റെ ഡയമീറ്ററുമാണ്. AB എന്ന് പറയുന്ന സർക്കിളിൻ്റെ ഡയമീറ്റർ ഇസ് ഹാഫ് ഓഫ് ദ ഡയമീറ്റർ ഓഫ് ദ ബിഗർ വൺ. സോ AO ബൈ AB ഈസ് ഈക്വൽ ടു 1/2. അതേ റേഷ്യോയിലായിരിക്കും AD is to AC യും കട്ട് ചെയ്യുന്നത്. Therefore, AD by AC is also equal to 1/2. Therefore, AD is half of AC. Therefore, AD is half of AC, or it is being bisected. A small circle bisects the chord, that chord. ആ വലിയ കോഡിനെ ചെറിയ സർക്കിൾ ബൈസെക്റ്റ് ചെയ്യുന്നു. So that is what you have to prove there. Now question number 6. The two circles in the picture cross each other at A and B.
the two circles in the picture cross each other at A and B. The points P and Q, the points P and Q are the ends of the diameters through A. Prove that PBQ lie on a line. First question, prove that PBQ lie on a line. Second question, prove that PQ is parallel to the line joining the centers, and is twice as long as this line, ഇവിടെ ഫിഗർ തന്നിട്ടുണ്ട്. എ സർക്കിൾ, ഒരു വലിയ സർക്കിളും ഒരു ചെറിയ സർക്കിളും, ആൻഡ് ദിസ് ഇസ് ദ ഡയമീറ്റർ. ഇവിടെയും ഡയമീറ്റർ തന്നിട്ടുണ്ട്. ദിസ് ഇസ് ദ ഡയമീറ്റർ ഹിയർ. അപ്പം ഇത് എ, ദിസ് ഇസ് പി ആൻഡ് ദിസ് ഇസ് ക്യൂ. സോ ആൻഡ് ദിസ് പോയിന്റ്, ഇത് മിഡ് പോയിന്റ് ആണ്, സെൻറ്റർ ആണല്ലേ. ചെറിയ സർക്കിളിൻ്റെ സെൻറ്റർ എമ്മും വലിയ സർക്കിളിൻ്റെ സെൻറ്റർ എന്നും ആയിട്ട് എടുക്കാം. സോ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ടു സർക്കിൾസ് ഇൻ ദ പിക്ചർ ക്രോസ് എറ്റ് എ ആൻഡ് ബി. അത് ടച്ച് ചെയ്യുന്ന പോയിന്റ്സ് ആണ് എയും ബിയും. ദ പോയിന്റ്സ് പി ആൻഡ് ക്യൂ ആർ ദ അതർ എൻഡ്സ് ഓഫ് ദ ഡയമീറ്റർ. അപ്പോൾ ഈ എൻഡ് പോയിന്റ്സ് ഓഫ് ദ ഡയമീറ്റർ ഒന്ന് പി ഒന്ന് ക്യൂ ആണ്. വി ഹാവ് ടു ഷോ ദാറ്റ് പി ബി ക്യൂ ലൈ ഓൺ എ ലൈൻ. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് ജോയിൻ ചെയ്യണം. ആ ലൈൻസ്, ആ പിയും ക്യൂവും ഒന്ന് ജോയിൻ ചെയ്യുക. അപ്പോൾ പിയും ക്യൂവും ജോയിൻ ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ്. ആൻഡ് ഈ എ ബിനെയും ജോയിൻ ചെയ്യാം. സോ ഹൗ മച്ച് ഇസ് ദിസ് ലെങ്ത്? ഈ ആംഗിൾ എന്ത് വരും? ഈ മെഷർമെൻറ്റ് എന്താണ്? ഹൗ മച്ച് ഇസ് ആംഗിൾ എ ബി പി? എ ബി പി വിൽ ബി ഈക്വൽ ടു 90 degree because AP is the diameter. AP is the diameter. So end points of the diameter meeting on the circle will be 90 degree. Therefore angle ABP is equal to 90 degree. Same way, how much is angle ABQ? Angle ABQ is also equal to 90 degree because AQ is the diameter. Now angle ABP plus angle ABQ is equal to 90 plus 90. That is equal to 180. അപ്പോൾ ആംഗിൾ 90, ആംഗിൾ ABP 90, ആംഗിൾ ABQ 90, രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 90 plus 90 180. Therefore PBQ lie on a line. Now moving on to the second part of the question. രണ്ടാമത്തെ പാർട്ടിൽ എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത്? Prove that PQ is parallel to the line joining the centers and is twice as long as that line. അപ്പോൾ ഈ MN, അതാണ് സെൻറ്റേഴ്സ് ജോയിൻ ചെയ്യുന്ന രണ്ട്, അത് പാരലൽ ടു പി ക്യൂവും ആൻഡ് ഇസ് ഹാഫ്, അല്ലെങ്കിൽ MN ഇസ് ഹാഫ് ഓഫ് പി ക്യൂ, അല്ലെങ്കിൽ PQ ഇസ് ട്വൈസ് ഓഫ് MN കാണിക്കണം. സോ വാട്ട് യു ക്യാൻ ഡു ഹിയർ? ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, ഈ MN എന്ന് പറയുന്നത് മിഡ് പോയിൻറ്റ്സ് ഓഫ് AP ആൻഡ് AQ ആണ്. AP എന്ന് പറഞ്ഞ ഡയമീറ്ററിൻ്റെ മിഡ് പോയിൻ്റ് ആണ് M. AQ എന്ന് പറയുന്ന ഡയമീറ്ററിൻ്റെ അല്ലെങ്കിൽ ആ ബിഗ്ഗർ സർക്കിളിൻ്റെ മിഡ് പോയിൻ്റ് ആണ് N. ദ ലൈൻ ജോയിനിങ് ദ മിഡ് പോയിൻറ്റ്സ് ഓഫ് ടു സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ.
രണ്ട് സൈഡ്സിൻ്റെ മിഡ് പോയിൻറ്റിൻ്റെ ലൈൻ ജോയിൻ ചെയ്യുന്ന ആ ലൈൻ വിൽ ബി പാരലൽ ടു ദ തേർഡ് സൈഡ്. മൂന്നാമത്തെ സൈഡിന് പാരലലും ആയിരിക്കും ആൻഡ് വിൽ ബി ഹാഫ് ഓഫ് ഇറ്റ് അക്കോർഡിംഗ് ടു ദ തിയറം. ആ ട്രയാങ്കിൾ ഡിവിഷൻ നമ്മൾ പാരലൽ ലൈൻസ് എന്ന് പറഞ്ഞിട്ടൊരു ചാപ്റ്റർ 9th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നുണ്ട്. സോ ഐദർ യു ക്യാൻ ഗോ ഫോർ ദാറ്റ് or you can show that AMN and triangle APQ are two similar triangles. അങ്ങനെ നമുക്ക് ചെയ്യാം, അല്ലെങ്കിൽ we can do it like this way also. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് MN PQന് പാരലൽ ആണെന്നും MN PQൻ്റെ പകുതിയാണെന്നുള്ള ഒറ്റ സ്റ്റേറ്റ്മെൻറ്റിൽ നമുക്കത് കിട്ടും. ദാറ്റ് ഈസ് യൂസിങ് പാരലൽ ലൈൻസ്, തിയറം ഇൻ പാരലൽ ലൈൻസ്. അപ്പോൾ വാട്ട് ഈസ് ദാറ്റ് തിയറം? മിഡ് പോയിൻറ്റ് ജോയിനിങ് ടു സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ. ഒരു ട്രയാങ്കിളിൻ്റെ രണ്ട് സൈഡ്സിൻ്റെ മിഡ് പോയിൻറ്റ്സ് ജോയിൻ ചെയ്യുന്ന ഈ ലൈൻ വിൽ ബി പാരലൽ ടു ദ തേർഡ് സൈഡ്, മൂന്നാമത്തെ സൈഡിന് പാരലലും ആൻഡ് വിൽ ബി ഹാഫ് ഓഫ് ഇറ്റ്. അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്താൽ നമുക്ക് ഈ ഒരു തിയറം പ്രൂവ് ചെയ്യാം. ദറ്റ് ഈസ് മിഡ് പോയിൻറ്റ് joining the two sides of a triangle. The two sides of a triangle will be parallel to the third side. Parallel to the third side and will be half of it. Will be half of it. സോ ഇപ്പം എന്താ കിട്ടുന്നത്? MN is parallel to PQ and PQ is double of MN. അതാണ് നമ്മളിവിടെ പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ആ ഒരു പാരലൽ ലൈൻസ് ഈ ഒറ്റ തിയറം യൂസ് ചെയ്ത് നമുക്കിത് പ്രൂവ് ചെയ്യാം. ഇനിയിപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾ സിമിലാരിറ്റി വെച്ചിട്ടും നമുക്ക് പ്രൂവ് ചെയ്യാം. AMN എന്ന് പറഞ്ഞ ട്രയാങ്കിളും APQ എന്ന് പറഞ്ഞ രണ്ട് ട്രയാങ്കിൾസും അത് രണ്ടും സിമിലർ ട്രയാങ്കിൾസ് ആയതുകൊണ്ട് AM by AP is equal to AN by AQ is equal to MN by PQ. അപ്പോഴും 1/2 ഹാഫ് ആണെന്നുള്ളത് വരും, കാരണം ഇത് സെൻറ്റർ അല്ലേ, ഇത് പകുതിയല്ലേ. Now moving on to the next one. Question number 7. Prove that the two circles drawn on the two equal sides of an isosceles triangle as diameters pass through the midpoint of the third side. Prove that the two circles, രണ്ട് circle drawn on the two equal sides of an isosceles triangle. അപ്പോൾ രണ്ട് ഈക്വൽ സർക്കിൾസ് ആണ്. അപ്പോൾ ഐസോസ്ലെസ് ട്രയാങ്കിളിൻ്റെ രണ്ട് സൈഡിലൂടെ വരയ്ക്കുന്നത്. സോ ദീസ് ആർ ദ ഡയമീറ്റേഴ്സ്. ഐസോസ്ലെസ് ട്രയാങ്കിളിൻ്റെ സൈഡ്സ് ആണ് അതിൻ്റെ ഡയമീറ്റേഴ്സ്. അപ്പം അങ്ങനെ വരയ്ക്കുന്ന ഈ ട്രയാങ്കിൾ ഓഫ് ആൻ ഐസോസ്ലെസ് ട്രയാങ്കിൾ ആസ് ഡയമീറ്റർ പാസ് ത്രൂ ദ മിഡ് പോയിന്റ് ഓഫ് ദ തേർഡ് സൈഡ്. അപ്പോൾ ഈ രണ്ട് സർക്കിളിൻ്റെ മീറ്റിംഗ് പോയിന്റ് ഇതിൻ്റെ മിഡ് പോയിന്റിലാണെന്നാണ് കാണിക്കേണ്ടത്. സോ വാട്ട് യു ഹാവ് ടു ഡു ഇസ് യു ഹാവ് ടു ജോയിൻ ദിസ്. ഈ പെർപെൻഡിക്കുലർ ഐസോസ്ലെസ് ട്രയാങ്കിളിൻ്റെ തേർഡ് വേർട്ടെക്സിൽ നിന്നുള്ള ഒരു പെർപെൻഡിക്കുലർ ഇങ്ങോട്ടേക്ക് താഴേക്ക് വരയ്ക്കുക. ദിസ് ലെറ്റ് ഇറ്റ് ബി ABC, ഈ പോയിന്റ് ഡിയും. ഇപ്പം ഇവിടെ ADB എന്ന് പറയുന്ന ആംഗിൾ 90 ആണ്. ബിക്കോസ് then points of the diameters meeting on the circle will be 90 degree. Angle ADC also will be 90 degree. Angle ADBയും ആംഗിൾ ADCയും 90 ആണ്. റീസൺ
endpoints of the diameters. Endpoints of the diameters meeting on the circle, meeting on the circle will be 90 degree. So this angle is 90, this is 90. Now consider triangle ADB and triangle ADC. ഈ രണ്ട് ട്രയാങ്കിൾസിൽ AD is equal to AD, common side. Angle ADB is equal to angle ADC is equal to 90 degree. And also AB is equal to AC, sides of isosceles triangle. Isosceles triangle inde sides equal aanu. Therefore these two triangles are congruent triangles. അപ്പോൾ triangle ADB is congruent to triangle ADC. രണ്ടും congruent triangles ആയതുകൊണ്ട് BD equal to DC, that is by corresponding parts of congruent triangles are equal. ബാക്കിയുള്ള sides എല്ലാം congruent triangles ന്റെ equal ആയിരിക്കും. So that is about 7th question അതായിരുന്നു. അപ്പോൾ അതിൻ്റെ മിഡ് പോയിന്റിലൂടെയാണ് പാസ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രൂവ് ദാറ്റ് all 4 circles drawn with the sides of a rhombus. Question number 8. Prove that all 4 circles drawn with the sides of a rhombus as diameters pass through a common point. Pass through a common point. അതേപോലെ തന്നെ അതിൻ്റെ താഴെ ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്, ക്വാഡ്രിലാറ്ററൽ. എനി ക്വാഡ്രിലാറ്ററൽ, പ്രൂവ് ദാറ്റ് ദിസ് ഇസ് ട്രൂ ഫോർ എനി ക്വാഡ്രിലാറ്ററൽ വിത്ത് അഡ്ജസൻറ്റ് സൈഡ്സ് ഈക്വൽ ആസ് ഇൻ പിക്ചർ. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം, അതേപോലെ തന്നെയാണ് ബാക്കിയുള്ള എല്ലാ ക്വസ്റ്റ്യൻസും. സോ ഇതാണ് ആ ഫിഗർ. പ്രൂവ് ദാറ്റ് ഓൾ 4 സർക്കിൾസ് ഡ്രോൺ വിത്ത് സൈഡ്സ് ഓഫ് എ റോംബസ്. അപ്പോൾ ഈ തന്നിരിക്കുന്നത് റോംബസ് ആണ്. AD, AB, BC ആൻഡ് CD ആർ ഈക്വൽ ഇൻ ദ കേസ് ഓഫ് എ റോംബസ്. ഇറ്റ് പാസസ് ത്രൂ ദ കോമൺ പോയിന്റ്. അപ്പോൾ ഇതെല്ലാം പാസ് ചെയ്യുന്നത്, അപ്പോൾ ഈ 4 സർക്കിൾസും പാസ് ചെയ്യുന്ന ഒരു കോമൺ പോയിന്റിലൂടെയാണെന്നാണ് കാണിക്കേണ്ടത്. സോ വിൽ ഡ്രോ, ഇങ്ങനെ ജോയിൻ ചെയ്യാം. നമുക്ക് ആ ലൈൻസ് വെച്ചിട്ട് ഇത് ജോയിൻ ചെയ്യാം. അതേപോലെ ദിസ് ഓൾസോ വി ക്യാൻ ജോയിൻ. സെയിം വേ ഫ്രം C to O ഇവിടേക്കും ജോയിൻ ചെയ്യാം. ആൻഡ് ഫ്രം B to O. അപ്പോൾ നമുക്കിവിടെ 4 ട്രയാങ്കിൾസ് കിട്ടുന്നുണ്ട്. ദറ്റ് ഈസ് ഹിയർ this is one triangle, angle AOD is one triangle, angle COD is another triangle. ഈ ഇവിടെ ആംഗിൾ COD ഉണ്ട്. സോ കൺസിഡർ ട്രയാങ്കിൾ AOD, ട്രയാങ്കിൾ COD, ദെൻ AOB ആൻഡ് BOC. ഈ മീറ്റിംഗ് പോയിന്റിനെയാണ് O എന്ന് പറയുന്നത്. O ആണ് എൻ്റെ മീറ്റിംഗ് പോയിന്റ്. സോ കൺസിഡർ ട്രയാങ്കിൾ AOD, ട്രയാങ്കിൾ COD, then triangle BOC and triangle AOB. ഇങ്ങനെ 4 ട്രയാങ്കിൾസ് കൺസിഡർ ചെയ്യാം. ആൻഡ് ഹിയർ ആംഗിൾ AOD is equal to angle AOB is equal to angle COD is equal to angle BOC. എല്ലാ ആംഗിൾസും എന്താണ് അവിടെ? 90 ഡിഗ്രി ആംഗിൾസ് ആണ്. ബിക്കോസ് എൻഡ് പോയിന്റ്സ് ഓഫ് ദ ഡയമീറ്റേഴ്സ്, ഈ AD, BC, AB, CD എന്നൊക്കെ പറയുന്നത് ഡയമീറ്റേഴ്സ് ആണ്. ഇതെല്ലാം മീറ്റ് ചെയ്യുന്നത് സർക്കിളിൻ്റെ മുകളിലാണ്. ദെർഫോർ ദോസ് ആംഗിൾസ് ആൻഡ് ഓൾ ഇറ്റ് ഇസ് 90 ഡിഗ്രി. ഇപ്പോൾ ഈ ആംഗിൾ 90 ആണ്, ഇത് 90 ആണ്, ഇവിടുത്തെ ഈ ആംഗിൾ 90 ആണ്. നൗ കൺസിഡർ ദ ട്രയാങ്കിൾ. കൺസിഡർ
triangle AOD and triangle AOB. Triangle AOB. ഇപ്പോൾ ഈ രണ്ട് ട്രയാങ്കിൾസിൽ AO കോമൺ ആണ്. AO is common. Then one angle is 90 degree. ഇനിയിപ്പോൾ ആ ഒരു ആംഗിളിൻ്റെ എടുക്കുന്നില്ലെങ്കിലും we can take this AD is equal to AB because rhombus ആണ്, അപ്പോൾ സൈഡ്സ് ഈക്വലാണ്. AD is equal to AB. Then AO is the common side. Then one angle also you can, angle already തന്നതുകൊണ്ട് നമുക്ക് അത് തന്നെ എടുക്കാം. Angle AOD is equal to angle AOB is equal to 90. Therefore those two triangles are equal triangles. ഈ ട്രയാങ്കിളും ഈ ട്രയാങ്കിളും ഈക്വൽ ആണ്. That is triangle AOD is congruent to triangle AOB. Similarly remaining all triangles, ഇപ്പോൾ ഇത് രണ്ടും സിമിലർ ആണ്, ഇവിടെ നിന്ന് എടുത്താൽ ഇത് രണ്ടും സിമിലറാണ്, അങ്ങനെ എല്ലാ ട്രയാങ്കിൾസും ഇതിനകത്ത് വരുന്നത് എല്ലാം സിമിലറാണ്. Therefore triangle AOD is സിമിലർ അല്ല, കോൺഗ്രുവൻ്റ് ആണ്. ഈസ് കോൺഗ്രുവൻ്റ് ടു, കാരണം എല്ലാം ഈക്വൽ ട്രയാങ്കിൾസ് ആയിട്ടാണ് വരുന്നത്. ഈസ് കോൺഗ്രുവൻ്റ് ടു ട്രയാങ്കിൾ COD, ഈസ് കോൺഗ്രുവൻ്റ് ടു ട്രയാങ്കിൾ BOC, ഈസ് കോൺഗ്രുവൻ്റ് ടു ട്രയാങ്കിൾ AOB. എല്ലാം കോൺഗ്രുവൻ്റ് ട്രയാങ്കിൾസാണ്. സോ ഇതെല്ലാം കോൺഗ്രുവൻ്റ് ട്രയാങ്കിൾസ് ആണ്. പിന്നെ ഈ ആംഗിൾസ് എല്ലാം 90 ഡിഗ്രി ആയി. O എന്ന് പറഞ്ഞ പോയിന്റ് ഇസ് കോമൺ ദർ. Therefore what can you say? അപ്പം എന്താ എഴുതുക? സോ O is the common point. O is the common point for all these triangles. And therefore it passes through the common point. എല്ലാ ട്രയാങ്കിൾസിനും പാസ് ചെയ്യുന്നത് സെയിം പോയിന്റിലൂടെയാണ്. Now moving on to the next question. Question number 9. Next question. A circle is drawn by joining. Question number 9. A circle is drawn by joining a point on a semicircle. സോ ഇവിടെ ഒരു സെമി സർക്കിൾ വരയ്ക്കുക. So this is the semicircle. And what you are supposed to prove here? A triangle is drawn by joining the point on a semicircle on the ends of the diameter. അപ്പോൾ ഡയമീറ്ററിൻ്റെ എൻഡ്സ് ജോയിൻ ചെയ്തിട്ട് ഒരു സെമിസർക്കിളിൽ ആ ഡയമീറ്ററിൻ്റെ എൻഡ്സ് ജോയിൻ ചെയ്തു. ദെൻ സെമിസർക്കിൾസ് ആർ ഡ്രോൺ വിത്ത് അതർ ടു എൻഡ്സ് ആസ് ഡയമീറ്റർ. എന്നിട്ട് ഈ രണ്ട് സൈഡ്, അപ്പോൾ ഇവിടെ ട്രയാങ്കിൾ വരച്ചു, ട്രയാങ്കിളിൻ്റെ ബാക്കിയുള്ള രണ്ട് സൈഡ് യൂസ് ചെയ്ത് വേറെ സെമി സർക്കിൾസ് വരയ്ക്കുക. സോ ഇവിടെ ഒരു സെമി സർക്കിൾ, യു ഹാവ് ടു ഡ്രോ അനദർ സെമി സർക്കിൾ ഹിയർ. Here we have to draw a semicircle. Here one more semicircle. അങ്ങനെ രണ്ട് സെമി സർക്കിൾ ആ രണ്ട് ഡയമീറ്റേഴ്സിൽ വരച്ചു. ഇത് ഡയമീറ്റർ ആക്കി വെച്ചിട്ട്, അതായത് ABC ആണെങ്കിൽ AC ഡയമീറ്റർ ആക്കി വെച്ചൊരു സെമി സർക്കിളും BC ഡയമീറ്റർ ആക്കി വെച്ച ഒരു സെമി സർക്കിളും AB ഡയമീറ്റർ ആയിട്ട് വെച്ചിട്ട് വേറൊരു സെമി സർക്കിളും. Prove that the sum of the areas of blue and red crescents in the picture is equal to the area of the triangle. അപ്പോൾ ഈ ബ്ലൂ ക്രെസൻറ്റ് എന്ന് പറയുന്നത് ഈ ഭാഗമാണ് അവിടെ ഷെയ്ഡ് ചെയ്തിരിക്കുന്നത്. ദിസ് സൈഡ് ഇസ് ബ്ലൂ, ഇതാണ് ബ്ലൂ ക്രെസൻറ്റ്. ആൻഡ് റെഡ് ക്രെസൻറ്റ് എന്ന് പറയുന്നത് ഈ ഭാഗം. ഈ രണ്ട് ഭാഗം കൂടെ ആഡ് ചെയ്യുന്നതാണ് ഇസ് ഈക്വൽ ടു ദ സം ഓഫ് ദി ഏരിയാസ് ഓഫ് ദ ട്രയാങ്കിൾ. അപ്പോൾ ഈ രണ്ട് ഏരിയാസും കൂടെ ആഡ് ചെയ്താൽ ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ എന്നുള്ളത് നമ്മൾ കാണിക്കണം. സോ വാട്ട് യു ഹാവ്, അത് എങ്ങനെ പ്രൂവ് ചെയ്യാം? ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, ഫസ്റ്റ് നമ്മൾ എടുക്കേണ്ടത് ഈ ട്രയാങ്കിൾ, ദിസ് വി നോ ദാറ്റ് ഇസ് എ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. അത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണെങ്കിൽ ഇതിന് ഞാൻ ആദ്യം ഈ സെമി സർക്കിളിൻ്റെ റേഡിയസ്, ബിഗ്ഗർ സെമി സർക്കിളിൻ്റെ റേഡിയസ് 6 ആയിട്ടും ഈ ബാക്കിയുള്ള AC എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു സെമി സർക്കിൾ ഉണ്ട്, അതിൻ്റെ
റേഡിയസ് എക്സ് ആയിട്ടും ആൻഡ് ബി സി ഡയമീറ്റർ ആക്കി എടുക്കുകയാണെങ്കിൽ അതിൻ്റെ റേഡിയസ് വൈ ആയിട്ടും എടുത്തു. സോ ദിസ് എൻറ്റയർ ലെങ്ത് എ ബി എന്ന് പറഞ്ഞ ഫുൾ ലെങ്ത് 2r ആണ്. ദെൻ എ സി എന്ന് പറഞ്ഞ ഫുൾ ലെങ്ത് 2x ബി സി ഇസ് 2y. സിൻസ് ഇറ്റ് ഈസ് എ റൈറ്റ് ട്രയാങ്കിൾ, അതൊരു സെമി സർക്കിളിൽ വരുന്നതുകൊണ്ട് ഈ ആംഗിൾ 90 ഡിഗ്രിയാണ്. സോ വി നോ ദാറ്റ് പൈത്തഗോറസ് തിയറം will be satisfied here. So AC square plus BC square is equal to AB square. That is AC എന്ന് വെച്ചാൽ 2x ആണ്. 2x whole square plus 2y whole square is equal to 2r whole square. That is 4x square plus 4y square is equal to 4r square. Or x square plus y square equal to r square. This is equation number 1. ഇനി നെക്സ്റ്റ് കാണിക്കേണ്ടത് ഈ രണ്ട് ചെറിയ സെമി സർക്കിൾസ്, എ സി ബേസ് ആയിട്ട് വരുന്ന റേഡിയസ് ആയിട്ട് വരുന്ന സെമി സർക്കിളും ബി സി റേഡിയസ് ആയിട്ട് വരുന്ന ഡയമീറ്റർ ആയിട്ട് വരുന്ന സെമി സർക്കിളിൻ്റെയും ഏരിയാസ് കൂടെ ആഡ് ചെയ്താൽ ഈ എ ബി ഡയമീറ്റർ ആയിട്ട് വരുന്ന സെമി സർക്കിളിൻ്റെ ഏരിയ ആയിട്ട് സെയിം ആണെന്ന് കാണിക്കാം. സോ what is the area of this smaller semicircle? If AC is the diameter, AC diameter ആണെങ്കിൽ then area of the semicircle is equal to pi into അവിടെ റേഡിയസ് എന്ന് പറഞ്ഞാൽ x ആണ്, pi x square by 2. ഇഫ് ബി സി ആണ് ഡയമീറ്റർ ആയിട്ട് എടുക്കുന്നതെങ്കിൽ അപ്പോൾ അങ്ങനെയാകുമ്പോൾ ഈ സെമി സർക്കിളിൻ്റെ ഏരിയ ഡയമീറ്റർ ഓഫ് ദി സെമി സർക്കിൾ ഇസ് ഈക്വൽ ടു പൈ വൈ സ്ക്വയർ ബൈ 2. വൈ ആണ് അവിടെ റേഡിയസ്. ആൻഡ് ഇഫ് എ ബി ഇസ് ദ ഡയമീറ്റർ, then area of the semicircle is equal to pi r square by 2. Then if you are adding the two semicircles area of two small semicircle is equal to രണ്ട് ചെറിയ സെമിസർക്കിളിൻ്റെ ഏരിയാസ് ആഡ് ചെയ്യുക. പൈ എക്സ് സ്ക്വയർ ബൈ 2 പ്ലസ് പൈ വൈ സ്ക്വയർ ബൈ 2. ദാറ്റ് ഈസ് പൈ ബൈ 2 ഇൻറ്റു x square plus y square, and we know that x square plus y square already we have studied, it is r square. So that is equal to pi r square by 2, which is the area of the big semicircle. അതാണ് വലിയ സെമിസർക്കിളിൻ്റെ ഏരിയ ആണ്. സോ ഈ രണ്ട് ഏരിയാസ് കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് ഈ വലിയ സെമിസർക്കിളിൻ്റെ ഏരിയ. ഇനി നമുക്ക് കാണിക്കേണ്ടത് സം ഓഫ് ദി ഏരിയാസ് ഓഫ് ബ്ലൂ ആൻഡ് റെഡ് ക്രസൻസ് ഇൻ ദ പിക്ചർ ഇസ് ഈക്വൽ ടു ദി ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ. ഇപ്പോൾ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ നമുക്ക് അതിൻ്റെ കളറ് മാറ്റി കൊടുക്കാം. സോ ഈ ബ്ലൂവും റെഡും കൂടെ ആഡ് ചെയ്താൽ യെല്ലോ കിട്ടണം. സോ അതിനു വേണ്ടി ഈ ഭാഗം സ്മോൾ ലെറ്റർ എ, ലെറ്റ് ദിസ് ബി ബി ആൻഡ് ദിസ് ബി സി, ദിസ് ഇസ് ഡി ആൻഡ് ദിസ് ലെറ്റ് ഇറ്റ് ബി ഇ. So now already we have proved that ഈ ചെറിയ സെമി സർക്കിളിൻ്റെ ഏരിയയും ഈ ഏരിയയും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് വലിയ സെമി സർക്കിളിൻ്റെ ഏരിയ കിട്ടുന്നത്. സോ ചെറിയ സെമി സർക്കിളിൻ്റെ ഏരിയാസ് എന്തൊക്കെയാണ്? എ പ്ലസ് ബി. സോ ഇതാണ് സെമി സർക്കിൾ, ഇത്രയും ഭാഗമാണ് ഈ ഒരു സെമി സർക്കിൾ. അപ്പോൾ അതിൻ്റെ ഏരിയ എ പ്ലസ് ബി. പിന്നെ ഇപ്പുറത്തുള്ള ചെറിയ സെമി സർക്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സി പ്ലസ് ഡി. ദെൻ ബിഗ് സെമി സർക്കിളിൻ്റെ ഏരിയ ആണ് ബി പ്ലസ് ഡി പ്ലസ് സി. സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് area of two semicircles equal to area of big semicircle. ഇതാണ് നമുക്ക് കിട്ടിയ റിസൾട്ട്. സോ ഏരിയ ഓഫ് ടു സെമി സർക്കിൾസ് എന്ന് പറയുന്നത് ആദ്യത്തേൻ്റെ എ പ്ലസ് ബിയും രണ്ടാമത്തേൻ്റെ സി പ്ലസ് ഡിയും. സോ എ പ്ലസ് ബി plus c plus d. Area of big semicircle b plus d plus e, b plus d plus e. രണ്ട് സൈഡിലും കോമൺ ആയിട്ടുള്ള ടേംസ് ക്യാൻസൽ ചെയ്യാം. ബി കോമൺ ആണ്, ഡിയും കോമൺ ആണ്. ബാക്കി എന്താ വരുന്നത്? എ പ്ലസ് സി ഈസ് ഈക്വൽ ടു ഇ. ആൻഡ് വാട്ട് ഇസ് എ ആൻഡ് സി?
A is the blue crescent, C is the red crescent, and E is the area of the triangle. So what we have proved? Area of blue and red crescents is equal to area of triangle. So അതായിരുന്നു അവിടെ ചോദിച്ചിരിക്കുന്നത്. Thank you for watching my video. Those who haven't subscribed, please like, share and subscribe, and also click on the bell icon for more updates and notifications. Bye.